Have had, have had. What's the difference? Let's check. I have lunch at 1 p.m. every day. This is a routine action, so this is in simple present. അതിന് ഇന്നും 1 മണിക്കാണ് ലഞ്ച് കഴിക്കാറ്. ഇതൊരു റൊട്ടീൻ പോലെയുള്ള ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോമാറ്റിൽ വന്നത്. ഇവിടെ V1 എന്ന് പറയുന്നത് ഹാവ് ആണ്. ഹാവിന് രണ്ട് തരത്തിലുള്ള മീനിങ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ വി ആർ ദ ഓണർ ഓഫ് സംതിങ്, നമ്മളൊരു കാര്യത്തിന് നമ്മൾ ഇതിന്റെ ഉടമയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മീനിങ് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടും ഹാവ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് ലഞ്ച് അറ്റ് 1 p.m. every day. അപ്പം ഞാൻ എന്നും 1 മണിക്ക് ലഞ്ച് കഴിക്കാറുണ്ട്. ആദ്യത്തെ യൂസേജ് അതാണ്. നെക്സ്റ്റ് വൺ, യെസ്റ്റർഡേ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 AM. ഞാൻ ഇന്നലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ ഒരു സെന്റൻസ് വന്നിട്ട് സിമ്പിൾ പാസ്റ്റിലാണുള്ളത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറയാനാണ്. പക്ഷെ നമ്മളിവിടെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു അല്ലേ, കറക്റ്റ് ഡേ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യും. സിമ്പിൾ പാസ്റ്റ് പറയുന്ന സമയത്ത് സബ്ജക്ട് പ്ലസ് V2 എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഐ ഹാഡ് എന്ന് വന്നത്. നെക്സ്റ്റ് ഹാവ് ഹാഡ്. ഐ ഹാവ് ഹാഡ് ലഞ്ച്, ഐ എം നോട്ട് ഹംഗ്രി നൗ. അത് എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ടു സേ അബൌട്ട് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് നടന്ന കാര്യം, അതായത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് പ്രസന്റിലുണ്ട്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള ഫോമാറ്റിലാണ്. ഇവിടെ ഐ ഹാവ് ഹാഡ്, ഹാഡ് എന്നുള്ളതാണ് V3.